കഴിഞ്ഞ 5 വർഷമായി പുന്നയൂർ പഞ്ചായത്തിൽ UDF ഭരണസമിതിയുടെ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനത്തിന്റെ ഫലമായി അർഹർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തിയതായി LDF നേതാക്കൾ പുന്നയൂർകുളത്ത് ആരോപിച്ചു. ശനിയാഴ്ച കാലത്ത് പുന്നയൂർ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രകടന പത്രിക പ്രകാശന ചടങ്ങുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഏകദേശം 54 കോടി രൂപയാണ് പുന്നയൂർ പഞ്ചായത്തിന് കിട്ടിയത്. ഇതിൽ 21.5 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്. ബാക്കി 26.5 കോടി രൂപ നഷ്ടം വരുത്തിയതായി നേതാക്കൾ ആരോപിച്ചു. വിവരാവകാശ നിയമപ്രകാരമാണ് വിവരം കിട്ടിയതെന്നും നേതാക്കൾ വ്യക്തമാക്കി. പഞ്ചായത്തിന്റെ ഓഫീസ് പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കുന്നതെന്നും ഒരു ഉപഭോക്താവ് ഏതെങ്കിലും അപേക്ഷ നൽകിയാൽ പിന്നീട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ അപേക്ഷ കാണുന്നില്ല എന്ന മറുപടിയാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നും ലഭിക്കുക എന്നും നേതാക്കൾ ആരോപിച്ചു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു അപേക്ഷ കൊടുത്താൽ 2-3 ദിവസത്തിന് ശേഷം ആ അപേക്ഷയുടെ തുടർ നടപടി എന്തായി എന്ന് അറിയുന്നതിന് വേണ്ടി അവിടെ എത്തിയാൽ കിട്ടുന്ന മറുപടി ആ അപേക്ഷ കാണാനില്ല എന്നതായിരിക്കും. അത്രമാത്രം ഒരു ചിട്ടയും സംവിധാനവും ഇല്ലാത്ത വളരെ കുത്തഴിഞ്ഞ ഒരു ഓഫീസ് പ്രവർത്തനമാണ് ഇന്ന് പുന്നയൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് നടക്കുന്നത്. ഓഫീസ് നവീകരണം, പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമ പരിഹാരം, വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം, കാർഷിക, വ്യവസായ, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ മേഖല എന്നിവയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുള്ളത്. LDF നേതാക്കളായ KB ഫസലുദ്ദീൻ, MP ഇക്ബാൽ മാസ്റ്റർ, V സമീർ, TV സുരേന്ദ്രൻ, PV ജാബിർ, അഡ്വക്കേറ്റ് KK അക്തർ അഹമ്മദ്, VA ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നയൂർകുളം.